കുക്കർ പാസ്ത കേട്ടിട്ടുണ്ടോ? പ്രഷർ കുക്കറിൽ പാസ്ത ഉണ്ടാക്കത്രേ, അറിയില്ല? വായു കാണാം. ഞാൻ ഈ സംഭവം റീസെൻ്റ്ലി പഠിച്ചതാണ്. അപ്പം നമുക്ക് പ്രഷർ കുക്കറിൽ ഓയിൽ ഒഴിക്കാൻ ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അത് കഴിഞ്ഞ് ബട്ടർ ഇട്ടു, ഇളക്കി കൊടുത്തു. എന്നിട്ട് നമ്മളുടെ ചോപ്ഡ് ഓണിയൻസ് ചെറുതായി അരിഞ്ഞ് നമ്മളുടെ ഉള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഗാർലിക്, വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്യാം. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടൊമാറ്റോസ് ചോപ്പ് ചെയ്തത് ചെറുതായി അരിഞ്ഞതിടാം. ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ റെഡ് ചില്ലി പൗഡർ, ടോമറിക് പൗഡർ, നമ്മളുടെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ സ്വന്തം പെപ്പർ പൗഡറും കൊറിയാണ്ടർ പൗഡറും ഇടാം കേട്ടോ. എന്നിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചൊന്നിങ്ങനെ വാടി വരുന്ന സമയത്ത് കുറച്ച് ഉപ്പിടുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇവരൊന്ന് കുക്കായി തിളച്ച് മറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മളുടെ പ്രിഫേർഡ് പാസ്ത ഇടാം. ഞാൻ എൽബോ പാസ്തയാണ് ഇടുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് പാസ്ത ആയിട്ടൊന്ന് ഉണ്ടാക്കിയത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഏർലി മെമ്മറി ഓഫ് പാസ്ത. ഇതാണ് എൻ്റെ മമ്മി ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിയിരുന്ന പാസ്ത. കുക്കറിലല്ല, പക്ഷേ ഇങ്ങനത്തെ ഫ്ലേവറിൽ. അപ്പോൾ പിന്നെ എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. നമ്മുടെ പാസ്ത മുങ്ങി കിടക്കണം. ആ ലെവൽ ഓഫ് വെള്ളം ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് കുക്കാവാൻ വേണ്ടി 2 വിസിലടിക്കുക. എന്നിട്ട് പ്രഷർ പോകണ വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ട് പാസ്ത കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് 1 വിസിലടിച്ചാൽ മതി. എൻ്റെ 2 വിസിലിൽ കുക്കായി. ഇനി ഞാൻ ഇതിലേക്ക് ഓറിഗാനോ ആൻഡ് ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്, ആ ഒരു പാസ്തയുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. ചീസ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇടണ്ട കേട്ടോ. ഈ ചൂടിൽ അത് മിക്സ് ആക്കി കഴിഞ്ഞാൽ അത് മെൽട്ടായി. അപ്പോൾ നമ്മളുടെ പാസ്ത റെഡി. ഇത്ര എളുപ്പത്തിൽ പാസ്ത ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. 10 മിനിറ്റ് വേണ്ടിയെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യും. വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.